ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തകൃതിയായിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിച്ച് കാണും. അപ്പം ആ ഒരു എക്സാം പ്രിപ്പറേഷൻസിലോട്ട് ചെറിയൊരു കോൺട്രിബ്യൂഷനാണ് ഇന്ന് ടോസ് അക്കാഡമി നൽകുന്നത്. അപ്പോൾ കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് ഒന്ന് അനലൈസ് ചെയ്ത് അതിൽ നിന്നും ഇനി വരാൻ സാധ്യതയുള്ള പോർഷൻസ്, അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡിയിൽ ഇനിയും ഇൻക്ലൂഡ് ചെയ്യേണ്ട പോർഷൻസ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഏവർക്കും ഉപകാരപ്രദമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രീ ഹിസ്റ്ററി പരിശോധിച്ചാൽ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയുമാണ് ഐന്തിണൈസിനെ കുറിച്ചിട്ടുള്ളത്, അതായത് തിന കോൺസെപ്റ്റിനെ കുറിച്ചിട്ട്. അപ്പം നമുക്കറിയാം പ്രീ ഹിസ്റ്ററിക്കകത്ത് വരുന്ന തിന, കുലശേഖരാസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഏരിയാസ്. അതിൽ തിനയിൽ നിന്നുമുള്ള കുറച്ച് പോർഷൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Which among the following is the geographical features of the Tinai is called Palai? Dryland, coastal area, forest and wetland. അപ്പോൾ നമുക്കറിയാം ഐന്തിണൈസ് എന്ന് പറയുന്നത് അല്ലേ, അതിൽ ഓരോ തിനസ് എന്ന് പറയുന്നത് ഓരോ കൾച്ചർ, അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഗോഡസ്, ഒക്കുപ്പേഷൻസ് വ്യത്യസ്തം. അങ്ങനെ ഓരോ പീപ്പിൾസ് അല്ലെങ്കിൽ ഓരോ തിനയിലും ഓരോ കാര്യങ്ങളും എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഈവൻ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് വരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് 5 തിനേസ് എന്ന് പറയുന്നത് കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ ആൻഡ് പാലൈ എന്നിങ്ങനെയാണ്. അപ്പോൾ പാലൈ എന്ന് പറയുന്ന തിനയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറിഞ്ഞി എന്ന് പറയുന്ന തിനയിൽ ഹില്ലി ഓർ മൗണ്ടൻ റീജിയൻസ് ആണ്. മുല്ലൈ ഫോറസ്റ്റ് ഓർ പാസ്റ്ററൽ റീജിയൻസ്. മരുതം ഫെർട്ടൈൽ റിവറൈൻ വാലീസ്. നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആൻഡ് പാലൈ ഡെസർട്ട് റീജിയൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡെസർട്ട് റീജിയൻ അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത് പാലൈ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വരണ്ട പ്രദേശം അല്ലെങ്കിൽ മരുഭൂമി പോലുള്ള പ്രദേശങ്ങളാണ് പാലൈ എന്ന് പറയുന്ന ഡ്രൈ ലാൻഡ് എന്ന് പറയുന്നത്. കുറിഞ്ഞി എന്ന് പറയുന്നത് മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് കുറിഞ്ഞി. മുല്ലൈ എന്ന് പറയുന്നത് വനങ്ങളും അതുപോലെ തന്നെ കാലിമേയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രദേശങ്ങളാണ് മുല്ലൈ. മരുതം എന്ന് പറയുന്നത് നദീതീരങ്ങളിലുള്ള വളക്കൂറുള്ള മണ്ണുൾപ്പെടുന്ന സ്ഥലങ്ങളാണ് മരുതം. നെയ്തൽ എന്ന് പറയുന്നത് നദീതീരങ്ങളാണ്, അതായത് പ്രത്യേകിച്ചും കോസ്റ്റൽ റീജിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് നെയ്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഐന്തിനേസ് എന്ന് പറയുന്നത്. അതിൽ ഓരോ തിനേസിനും ഓരോ വ്യത്യസ്തമാണ്, ഒന്നിൽ നിന്നും മറ്റൊന്ന് വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഡീപ്പ് സ്റ്റഡിയൊക്കെ നടത്തുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രാജതരംഗിണി എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാണ്? അപ്പോൾ നമ്മൾ ആ ഓഥറിനെ പറ്റി പോകുന്നതിന് മുമ്പ് എന്താണ് രാജതരംഗിണി എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ രാജതരംഗിണി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യകാല ചരിത്ര പുസ്തകമാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. ചരിത്ര ഇതിഹാസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ കാശ്മീർ മേഖലയിലെ ആദ്യകാലം മുതൽ അതിന്റെ രചനാകാലം വരെയുള്ള മുഴുവൻ ചരിത്രവും ഉൾക്കൊള്ളുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് രാജതരംഗിണി എന്നറിയപ്പെടുന്നത്. ഇനി രാജതരംഗിണി ആരാ എഴുതിയെന്ന് നമുക്ക് നോക്കാം. കാശ്മീരിലെ ബ്രാഹ്മണനായിരുന്ന കൽഹണൻ 20-ാം നൂറ്റാണ്ടില് ശ്രീഹർഷ ജെയിൻ സിംഗിന്റെ രക്ഷാകർത്തൃത്വത്തിൽ എഴുതിയ പുസ്തകമാണ് രാജതരംഗിണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടയ്ക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ ഇക്കണോമിക് പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനകത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഏത് വർഷം എടുത്ത് നിങ്ങൾ നോക്കിയാലും അതിനകത്ത് RBIയുടെ എന്തെങ്കിലും പൊതുവായ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. എസ്പെഷ്യലി ഫങ്ഷൻസ് ആണ് ഏറിയ പങ്കും വരുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിനകത്ത് RBIയുടെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് കണ്ടെത്തുക. അപ്പം ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, ബാങ്കിങ് സൂപ്പർവിഷൻ, കൺട്രോളിങ് ഇൻഫ്ലേഷൻ, അക്സെപ്റ്റിംഗ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്നത് അക്സെപ്റ്റിംഗ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് ആണ്. കാരണം ഇതൊരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷനാണ്, അതായത് ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളുടെ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഡിപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ബാങ്കുകളുടെ ബാങ്കായിട്ടുള്ള RBI ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ എന്തൊക്കെയായിരിക്കും RBIയുടെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? കറൻസി ഇഷ്യൂ ചെയ്യുക, അതായത് നാണയങ്ങൾ ഒഴികെയുള്ള കറൻസീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ് അല്ലെ. അതുപോലെ ബാങ്ക് ടു ദി ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? RBI ആണ്.
അതുപോലെ മറ്റ് ബാങ്കുകളുടെ എല്ലാം തന്നെ നിയന്ത്രണം ആർക്കാണുള്ളത്? RBIക്കാണ്. ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം എന്ന് പറയുന്നത് RBIയുടെ അണ്ടറിലാണ്. ആൻഡ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ ഇക്കണോമി, അപ്പൊ നമ്മുടെ രാജ്യത്തെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിന്റെ ഇടയ്ക്ക് ഒരിക്കലും എന്ത് വരത്തില്ല, ഒരു കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് RBIക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടില്ല. സോ ഓപ്ഷൻ ഡി ആണ് ഇതിനെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. സോ ദെൻ നെക്സ്റ്റ്, ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ കാരക്കോറം റേഞ്ച്. അപ്പൊ കാരക്കോറം റേഞ്ചിലെ ഹൈയസ്റ്റ് പീക്ക് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം കാരക്കോറം റേഞ്ചിലെ ഹൈയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് K2 ആണ്. K2വിനെ മൗണ്ട് ഗോഡ്വിൻ ആസ്റ്റിൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് സ്റ്റാൻഡ് അറ്റ് 8611 meters above the sea level and making the second highest mountain in the world after Mount Everest. അപ്പൊ മൗണ്ട് എവറസ്റ്റ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് K2 അഥവാ മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ കാരക്കോറം റേഞ്ചിലാണ് ഈ ഒരു ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇക്കണോമിക്സിൽ RBI ആണെങ്കിൽ കേട്ടഡ് കാറ്റഗറി 3യുടെ ജോഗ്രഫി, സോഷ്യൽ സയൻസിന്റെ ജോഗ്രഫി പോർഷനിൽ എല്ലാ തവണയും നമുക്ക് മസ്റ്റ് ആയിട്ട് വരുമെന്ന് ഉറപ്പുള്ള ഒന്നാണ് അന്തരീക്ഷ പാളികൾ അഥവാ അറ്റ്മോസ്ഫിയർ ലെയേഴ്സ് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ 5 അന്തരീക്ഷ പാളികളാണ് ഉള്ളത്. അപ്പം ഓരോ അന്തരീക്ഷ പാളിയിലും ഓരോ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുപോലെ അവയുടെ ഉയരം എത്ര എന്നുള്ളത്, അതായത് സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് അവ സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നോർമൽ ലാബ്സ് റേറ്റ് ആണ് ട്രോപ്പോസ്ഫിയറിൻ്റെ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോവുകയാണ്. ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൾഡസ്റ്റ് ലെയർ ആണ്. ഇപ്പൊ മീസോസ്ഫിയറിലെന്ന് പറയുന്നത് തണുപ്പ് കൂടുതലുള്ള ഒരു ലെയർ ആണെന്ന് പറയുന്നത് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് തെർമോസ്ഫിയറിലോട്ട് പോവുകയാണെങ്കിൽ, തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷതാപം ഏറ്റവും കൂടുതലായിട്ടുള്ള ഏരിയ ആണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ തെർമോസ്ഫിയറിനെയാണ് അയണോസ്ഫിയർ എന്ന് കൂടി അറിയപ്പെടുന്നത്. അപ്പോൾ അയണോസ്ഫിയർ എവിടെയാണ്? തെർമോസ്ഫിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയർ നോർമൽ ലാബ് സ്റ്റേറ്റ്, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. മീസോസ്ഫിയർ എന്ന് പറയുന്നത് കോൾഡസ്റ്റ് ലെയർ ആണ്. ആൻഡ് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണോസ്ഫിയർ എന്നുകൂടി ഒരു പേരുണ്ട്. ഇനി എക്സോസ്ഫിയറിലോട്ട് പോവുകയാണെങ്കിൽ സാറ്റലൈറ്റും അതുപോലെ സ്പേസ് ഷിപ്പും ഒക്കെ എക്സോസ്ഫിയറിലാണ് ഉള്ളത്. അതുപോലെ സിവിക്സിൽ നിന്നും, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് പോർഷൻസിൽ നിന്നും എല്ലായ്പ്പോഴും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെട്ടവയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രത്യേകിച്ചും നിങ്ങൾ ആർട്ടിക്കിൾസ് നോക്കി വെക്കുക. ഇപ്പൊ തന്നിരിക്കുന്നതിനകത്ത് find out the article which ensure the right to constitutional remedies. അപ്പോൾ right to constitutional remediesന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. So constitution guarantee for every citizen the right to constitutional remedies which include equality before the law and equal protection of law. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമം എന്നുള്ളൊരു ആശയമാണ്. അപ്പം ആർട്ടിക്കിൾ 32 പ്രകാരമാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച്, റൈറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെഡഗോഗിയിൽ നിന്ന് നോക്കാം. അപ്പൊ പെഡഗോഗിയിൽ തന്നിരിക്കുന്നത് പ്രൊസീഡ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ. അതായത് ഒരു ജനറൽ ടോപ്പിക്കിനെ ഒരു സ്പെസിഫൈ ചെയ്തൊരു പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരുന്ന പ്രൊസീജിയർ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഡിഡക്റ്റീവ് മെത്തേഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഡിഡക്റ്റീവ് എന്ന് നമുക്കറിയാം. അതുപോലെ ഇൻഡക്റ്റീവ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഒരു ജനറൽ ടോപ്പിക്കിനെ ഒരു സ്പെസിഫിക് ആക്കി മാറ്റുന്നതാണ് ഡിഡക്റ്റീവ്. നിങ്ങൾ ഓർക്കുക, ജനറൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവത്തിനെ ചുരുക്കി ഒരു ചെറിയ പോർഷൻ ആക്കി മാറ്റുന്നത് ഡിഡക്റ്റീവ്. ഇനി ഒരു ചെറിയ സംഭവത്തിനെ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു ടോപ്പിക് ആക്കുന്നത് ഇൻഡക്റ്റീവ്. അതായത് പർട്ടിക്കുലർ ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് ആണ്. ഇപ്പൊ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് ഓർക്കുമ്പോൾ തന്നെ അറിയേണ്ടത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടാണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്.
Third estate declared themselves as a national assembly of France, and they assembled the tennis court nearby, and so not to leave until they had framed a constitution of France, and this event is known as tennis court oath. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അത് ഓർക്കുക, ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഫ്രാൻസിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് 3 എസ്റ്റേറ്റുകളായിട്ട് തിരിക്കുകയും അതിൽ ആദ്യത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രഭുക്കന്മാരും രണ്ടാമത്തെ എസ്റ്റേറ്റിൽ മധ്യവർഗക്കാരും തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസും അതായത് തൊഴിലാളികളും പീസൻസും അതായത് കർഷകരും ഒക്കെ ഉൾപ്പെടുന്നതായിരുന്നു തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു? തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ജനങ്ങൾ എല്ലാവരും കൂടി ഒരു നാഷണൽ അസംബ്ലിയിൽ കൂടുകയും അതായത് ടെന്നീസ് കോർട്ടിനടുത്താണ് ഈ ഒരു കൂട്ടമായി വരികയും അവിടെ വെച്ച് അവരൊരു ശപഥം എടുക്കുകയും ചെയ്തു. ഫ്രാൻസിന് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിട്ടേ അവരവിടെ നിന്ന് പിരിഞ്ഞു പോവുള്ളൂ എന്ന്. സോ ഈ ഒരു ശപഥം അല്ലെങ്കിൽ ഈ ഒരു പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഫ്രാൻസിലെ അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്. 14 ജൂലൈ 1789 എന്ന് പറയുന്നത് revolutionary storms with the slogan liberty, equality and fraternity. അപ്പോൾ ഓർത്തിരിക്കുക, ഫ്രഞ്ച് റവല്യൂഷന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് 1789 അന്നാണ് ബാസ്ലിൻ പ്രിസൺ തകർക്കപ്പെട്ടത്. അത് ഇറ്റ്സ് എ സിംബൽ ഓഫ് ബോർബൺ മൊണാർക്കി ആൻഡ് ദിസ് ഇവന്റ് ഈസ് കൺസിഡർഡ് ആസ് എ കമൻസ്മെന്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പൊ ബാസ്റ്റിയൻ കോട്ട തകർക്കപ്പെട്ടതോട് കൂടിയിട്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിച്ചത് എന്നാണ് കരുതാക്കപ്പെടുന്നത്. അതേപോലെ ഓഗസ്റ്റ് 12, 1789 എന്ന് പറയുന്നത് നാഷണൽ അസംബ്ലി എന്ത് ചെയ്തു? ഒരു ഡിക്ലറേഷൻ പാസ്സാക്കുകയും റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ പാസ്സാക്കി. ഇനി ഒക്ടോബർ 1789 thousands of women marched പാരീസ് ഓൺ ദ പ്ലേസ് ഓഫ് വെർസൈൽസ് വിത്ത് ദ സ്ലോഗൻ ഗീവ് us a bread. അതായത് പട്ടിണിയും പരിവട്ടവുമായി കിടന്ന ഫ്രാൻസിലെ വുമൻസ് അതായത് സ്ത്രീകള് തെരുവോരങ്ങളിൽ എന്ത് ചെയ്തു? ആഹാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചൊരു പ്രക്ഷോഭം ഉണ്ടായി. സെപ്റ്റംബർ 1792 എന്ന് പറയുന്നത് നാഷണൽ കൺവെൻഷൻ ഫ്രോംഡ് where the new constitution proclaimed the France as a republic. അപ്പൊ ഫ്രാൻസിനെ റിപ്പബ്ലിക് ആക്കി പ്രഖ്യാപിച്ചത് 1792 ഇത്രയും ഇയർ നോക്കി വെക്കുക. അതുപോലെ ഫ്രഞ്ച് റവല്യൂഷന്റെ സ്ലോഗനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, അതും നോക്കി വെക്കുക. വളരെ ഈസി ആയിട്ടുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ഉത്തരം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ആൻഡ് റൈസ് എന്നുള്ളത്. അതുപോലെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ ആണ്. അപ്പൊ ഗ്രീൻ റവല്യൂഷൻസ് മാത്രമല്ല, അതുപോലെയുള്ള മറ്റ് റവല്യൂഷൻസ്, അതായത് എസ്പെഷ്യലി ഫുഡ് ആൻഡ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് റവല്യൂഷൻസ് നമുക്ക് നോക്കാം. പ്രോട്ടീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രൊഡക്ഷൻ എന്നുള്ള രീതി, അല്ലെങ്കിൽ ഗ്രീൻ ടെക്നോളജി ഡ്രിവൻ സെക്കൻഡ് ഗ്രീൻ റവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പ്രോട്ടീൻ റവല്യൂഷനെ പറയാം. അത് ഫാദർ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് അത് അസോസിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ഫിനാൻഷ്യൽ മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി ആണ്. ഇനി യെല്ലോ റവല്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓയിൽ സീഡിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് മസ്റ്റാർഡ്, സൺഫ്ലവറും ഒക്കെയാണ് യെല്ലോ റവല്യൂഷനകത്ത് വന്നിട്ടുള്ളത്. സാം പിട്രോഡയാണ് അതിന്റെ ഫാദർ അല്ലെങ്കിൽ അസോസിയേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ബ്ലാക്ക് റവല്യൂഷൻ എന്ന് പറയുന്നത് പെട്രോളിയം പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ബ്ലൂ റവല്യൂഷൻസ് അറിയാം, നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ബ്ലൂ റവല്യൂഷൻ മത്സ്യ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡോക്ടർ അരുൺ കൃഷ്ണനാണ് അതിന്റെ ഫാദർ എന്ന് പറയുന്നത്. അടുത്തത് ബ്രൗൺ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെതർ, കൊക്കോ, അതുപോലെ നോൺ കൺവെൻഷണൽ പ്രൊഡക്ട്സ് ആണ്. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, ഹണി പ്രൊഡക്ട്സ്, ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വരുന്നതാണ് ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സുവർണ വിപ്ലവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷ്യധാന്യങ്ങൾ, തേന്, അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ തുടങ്ങിയവയാണ് ഗോൾഡൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നിർപാക് തുതേജ് ആണ് ഇതിന്റെ ഫാദർ എന്ന് പറയുന്നത്. ആൻഡ് ഗ്രേ റവല്യൂഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സ്, അതായത് വളത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആൻഡ് പിങ്ക് റവല്യൂഷൻ ഓണിയൻ പ്രൊഡക്ഷൻ, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് പ്രോൺ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിങ്ക് റവല്യൂഷൻ. ദുഗേഷ് പട്ടേൽ ആയിരുന്നു ഫാദർ ഓർ അസോസിയേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ആൻഡ് എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഓവറോൾ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ്. അത് 11 5-year പ്ലാനിന്റെ ഭാഗമായിട്ട് നടപ്പാക്കിയ ഒന്നാണ്. സിൽവർ റവല്യൂഷൻ
എഗ് പ്രൊഡക്ഷൻ ആൻഡ് പോൾട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധിയാണ് അത് കൊണ്ടുവന്നത്. ആൻഡ് സിൽവർ ഫൈബർ റെവല്യൂഷൻ എന്ന് പറയുന്നത് കോട്ടണുമായി ബന്ധപ്പെട്ടിട്ടാണ്. റെഡ് റെവല്യൂഷൻ മീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ടൊമാറ്റോ പ്രൊഡക്ഷൻ വിശ്വാൽ തേവരിയാണ് അതിന്റെ പ്രൊഫൗണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ബ്രൗൺ റെവല്യൂഷൻ എന്ന് പറയുന്നത് പൊട്ടറ്റോ, നമുക്കറിയാം. ഗ്രീൻ റെവല്യൂഷൻ ഫുഡ് ഗ്രെയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. MS സ്വാമിനാഥനാണ് അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ലോകമൊട്ടാകെ നോക്കുകയാണെങ്കിൽ നോർമൻ ബോർലോഗ്, അതുപോലെ തന്നെ വില്യം ഗൗൺ UK, അവരെയൊക്കെ നമുക്ക് ഗ്രീൻ റെവല്യൂഷന്റെ ഫാദേഴ്സ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ആൻഡ് വൈറ്റ് റെവല്യൂഷൻ നമുക്ക് അറിയാം, മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർഗീസ് കുര്യനാണ് വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്, അതായത് ധവള വിപ്ലവം. സോ അതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പഞ്ചായത്ത് രാജ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ 73 ആൻഡ് 74 എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകൾ, അമെൻമെന്റ്സ്. പ്രധാനമായിട്ടും അതിൽ 73rd അമെൻമെന്റ് ആണ്. 1992 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ PRI വന്നത് എന്നൊരു സിസ്റ്റം വന്നത്. റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, 3 ടയർ സ്ട്രക്ചർ ആണ്. അതായത് ഗ്രാമപഞ്ചായത്തുകൾ, അതിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ രീതിയിലോട്ടും. ഇനി നഗരങ്ങളാണെങ്കിൽ, അതായത് സിറ്റീസ് ആണെങ്കിൽ നഗരപാലിക, അതേപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ ലെവലിലുമാണ് ഭരണം നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഇനിയുള്ള ടൈം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ പോലും നമുക്കൊരു എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷൻസ് പോരാ എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഒരു കോച്ചിങ് എടുക്കണം, മടിച്ച് നിൽക്കാതെ. അതായത് നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പർ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.